ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീരാമചന്ദ്രൻ്റെ ആജ്ഞയുമേന്തി പോകുന്ന ദൂതന്മാർ ദ്രുതഗാമികളായി ഇരുന്നു. ഒരിടത്തും വിശ്രമിക്കാതെയാണ് അവർ 3 ദിവസം കൊണ്ട് ശത്രുഘ്നപാലിതമായ മധുരയിലെത്തിയത്. വിവരങ്ങളെല്ലാം ശത്രുഘ്നനോട് ഉണർത്തി. ലക്ഷ്മണനെ പരിത്യജിച്ചത്, ശ്രീരാമദേവന്റെ പ്രതിജ്ഞ, പുത്രന്മാരുടെ അഭിഷേകം, നാട്ടുകാർ അനുഗമിക്കുവാൻ ഉറച്ചത്, വിന്ധ്യാചല തടത്തിൽ കുശാവതി എന്ന പേരോട് കൂടിയ രമ്യ നഗരി കുശരാജകുമാരനു വേണ്ടി നിർമ്മിച്ചത്, ശ്രാവസ്തി എന്ന മനോഹരപുരി ലവകുമാരന് തീർത്തത്, അയോധ്യ നഗരിയെ ശൂന്യമാക്കിക്കൊണ്ട് മഹാരഥന്മാരായ മഹാരാജാവും യുവരാജ ഭരതനും സ്വർഗപ്രയാണത്തിന് ഒരുങ്ങിയത് തുടങ്ങിയവ വീരനായ ശത്രുഘ്നനെ അറിയിച്ചതോടുകൂടി തമ്പുരാനെ വെമ്പി എഴുന്നള്ളണേ എന്നും കൂടി അവർ അപേക്ഷിച്ചു പോയി. അത്യുഗ്രമായ കുലനാശം വന്നെടുത്ത വർത്തമാനം കേട്ട അരജൻ ഉപാധ്യായനായ കാഞ്ചനനെയും പൗരപ്രമാണികളെയും പെട്ടെന്ന് വരുത്തി. അതുവരെ നടന്ന വർത്തമാനങ്ങൾ ദൂതമുഖത്തിൽ നിന്ന് കേട്ടതെല്ലാം അവരോട് പറഞ്ഞു. താനും അഗ്രജന്മാരോടുകൂടി മഹാപ്രസ്ഥാനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞതും വ്യക്തമാക്കി. ആ വീര നൃപേന്ദ്രൻ മധുര രാജ്യത്തെ വിഭജിച്ചു പുത്രന്മാർക്കു നൽകി. സുബാഹുവിന് മധുരയും ശത്രുഘാതിക്ക് വിദിശയും. മധുരപ്പടയെ 2 പകുത്തു. ധനാദികളും 2 പുത്രന്മാർക്കുമേകി. ഇങ്ങനെ മധുരാമന്നവനായി സുബാഹുവിനെയും വിദിശ അധിപനായി ശത്രുഘാതിയെയും യഥാവിധി അഭിഷേകം ചെയ്ത് അയോധ്യയിലേക്ക് ഒറ്റ തേരിൽ രഘുനന്ദനൻ പുറപ്പെട്ടു കഴിഞ്ഞു. ശാശ്വതനായൊരു യോഗീന്ദ്രനെ പോലെ ആളിക്കത്തുന്ന അഗ്നിയെ പോലെ രാജരാജനായി പ്രക്ഷോഭിച്ചിരുന്ന അഗ്രജനെ ശത്രുഘ്നൻ കണ്ടു. നേർത്തൊരു വെൺപട്ടുടുത്ത് ജിതേന്ദ്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര പാദങ്ങളിൽ പ്രണമിച്ച് കൈകൂപ്പി ധർമ്മം കരുതിക്കൊണ്ട് ധർമ്മജ്ഞനായ സത്യസ്വരൂപിയോട് ശത്രുഘ്നൻ പറഞ്ഞു: രഘുകുല ദീപമായ ജ്യേഷ്ഠ പുത്രന്മാർക്ക് വിധിയാവണ്ണം അഭിഷേകം ചെയ്തു കഴിഞ്ഞു. അവിടുത്തെ അനുഗമിക്കുവാൻ തയ്യാറായി ഇതാ ഈ അനുജൻ എത്തിയിരിക്കുന്നു. മറ്റൊന്നും അവിടുന്ന് അരുളി ചെയ്യരുതേ. മഹാപ്രഭുവായ അവിടുത്തെ ഏതൊരു കൽപ്പനയും പാഴാക്കരുതെന്നുണ്ട്, വിശേഷിച്ചും എന്നെ പോലെയുള്ള ഒരാൾക്ക്. ശത്രുഘ്നന്റെ കരുളുറപ്പ് തികച്ചും അറിയുന്ന രഘുനന്ദനൻ ശരി അങ്ങനെയാകാം. ശത്രുഘ്നന് അനുവാദമേകിയ വാക്ക് അരുളി ചെയ്തപ്പോഴേക്കും കാമരൂപികളായ വാനരന്മാരും വൃക്ഷരും രാക്ഷസന്മാരും അനേകം പേർ തിരുമുമ്പിലെത്തിക്കഴിഞ്ഞു. എല്ലാവരും കപീന്ദ്രൻ സുഗ്രീവനെ മുൻനിർത്തിയാണ് വന്നിട്ടുള്ളതും. സ്വർഗ ആരോഹണത്തിന് ഒരുങ്ങിയ തമ്പുരാനെ ദർശിക്കുവാൻ ദേവപുത്രന്മാരും ഋഷികുമാരന്മാരും ഗന്ധർവസുതന്മാരും എത്തിച്ചേർന്നു. കപീന്ദ്രന്മാരും അസുരമുഖ്യന്മാരും തൃപ്പാദങ്ങളിൽ വീണുകൊണ്ട് മന്നോർമന്നനായ തമ്പുരാനെ, അവിടുത്തെ പിന്നാലെ യാത്ര തുടരുവാനാണ് ഞങ്ങളെല്ലാം എത്തിയത്. ഞങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ അവിടുന്ന് യമദണ്ഡ് ഞങ്ങളുടെ നേർക്ക് എറിഞ്ഞതുപോലെയാണ്. അവരുടെ മൊഴി തമ്പുരാനെ ചിരിപ്പിക്കുക തന്നെ ചെയ്തു. അങ്ങനെ തന്നെ നിങ്ങളുടെ ആഗ്രഹം പോലെയാകാം. അദ്ദേഹം മറുപടി ഓതി. ഏറ്റവും ഊർജസ്വിയായ വാനരരാജ സുഗ്രീവൻ വീരശ്രീരാമന്റെ പാദങ്ങളിൽ വിധിപ്രകാരം പണിഞ്ഞ് ഇപ്രകാരം ഉണർത്തി: മഹാപ്രഭുവായ നൃപേന്ദ്ര, വീരനായ അംഗദനെ അഭിഷേകം ചെയ്തിട്ടാണ് അടിയൻ വന്നത്. അവിടുത്തു കൂടെ എങ്ങോട്ടായാലും പോരുവാൻ തീർപ്പ് ചെയ്തിരിക്കുന്നു. ഏതൊരുവനെയും ആനന്ദിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനായ ശ്രീരാമസ്വാമി കപീന്ദ്രന്റെ വേഴ്ചയാലോചിച്ച് അരുളി ചെയ്തു: സുഹൃശ്രേഷ്ഠനായ സുഗ്രീവ, അങ്ങയോട് പിരിഞ്ഞ് ഞാൻ സ്വർഗത്തിലോ സാക്ഷാൽ പരമപദത്തിലോ പോകുന്നതല്ല. വിഭീഷണൻ സംഭാഷണം തുടരുന്നതിന് മുമ്പ് രാജാതിരാജനായ വിഭീഷണ, അസുര ചക്രവർത്തി, ഏതു കാലം വരെയാണോ പ്രജകൾ ഉലകത്തിലുണ്ടാകുന്നത് അതേവരെ ലങ്കേശ്വരനായി അങ്ങ് വാഴും. ഏതു കാലം വരെ സൂര്യചന്ദ്രന്മാരും പാർത്തലവും എൻ്റെ കഥയും നിലനിൽക്കുമോ അന്നോളം മഹാവീരനായ അങ്ങ് നാടുവാഴും. സ്നേഹാധിക്യത്താൽ ഞാൻ അങ്ങയോട് ശാസിക്കുകയാണ്. എൻ്റെ ആജ്ഞ അനുസരിക്കണം. ധർമ്മമാർഗത്തിൽ നിന്നു തെറ്റാതെ പ്രജകളെ കാത്തുരക്ഷിക്കൂ. യാതൊന്നും ഇങ്ങോട്ട് മറുപടി പറയരുത്. അല്പമൊന്ന് ചിന്തിച്ച് മഹാപെരുമാൾ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുന്നത് മഹാബുദ്ധിമാനായ അങ്ങ് ശ്രദ്ധിക്കൂ. ഇക്ഷാകുവംശ കുലേശ്വരനായ ജഗദീശ്വരനെ നിത്യവും പൂജിക്കൂ. വാസവാദി ദേവന്മാർക്കു കൂടി എന്നെന്നും പൂജനീയനാണ് ആ സർവേശ്വരൻ. രാക്ഷസ പ്രമുഖന്മാർക്കു കൂടി തമ്പുരാനായ വിഭീഷണൻ ഏറാൻ എന്നൊരൊറ്റ വാക്കു മാത്രമേ ഗദ്ഗതത്തോടെ പറഞ്ഞുള്ളൂ. വിഭീഷണനോട് ഇപ്രകാരം പറഞ്ഞ പരന്തപൻ ശ്രീ ഹനുമാനെ കടാക്ഷിച്ച്: ഉണ്ണി, സത്യം ചെയ്തത് തെറ്റിക്കരുത്. ജീവിച്ചിരിക്കുവാൻ നിശ്ചയിച്ചവനാണ് ആദ്യം നീ, അല്ലയോ വാനരസത്തമ. പാർത്തലത്തിൽ ഏത് കാലം വരെ എൻ്റെ കഥ പ്രചരിക്കുമോ അന്നുവരെ എൻ്റെ വാക്കുകൾ രക്ഷിച്ച് ആനന്ദിച്ച് യഥേഷ്ടം വിഹരിച്ചുകൊണ്ടാലും. ആനന്ദം കൊണ്ട് ഉന്മാദിയെപ്പോലെയായ ആഞ്ജനേയർ തൃപ്പാദങ്ങളിൽ ശിരസണച്ചുകൊണ്ട്: ലോകനാഥ, ഏതൊരു ഹൃദയത്തെയും
പരിപാവനമാക്കുന്ന ചരിത്രം അവിടുത്തെ പുണ്യകഥ പാരിൽ നിലനിൽക്കുമോ അന്നോളം അവിടുത്തെ ആജ്ഞയെ പരിപാലിച്ചുകൊണ്ട് ഞാൻ മണ്ണിൽ വാഴുന്നതാണ്. ബ്രഹ്മതനയനായ വൃദ്ധൻ ജാമ്പവാനോടും മൈന്ദൻ ദ്വിവിധൻ എന്നിവരോടും തുടർന്നു, നിങ്ങൾ എന്നെന്നും ജീവിച്ചിരിക്കുവിൻ, അഥവാ കലികാലം വരെ. മറ്റുള്ള വാനരന്മാരോടും വൃക്ഷവരന്മാരോടും, ശരി, നിങ്ങൾ യഥേഷ്ടം എൻ്റെ കൂടെ ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് പോന്നുകൊള്ളുവിൻ. അന്നത്തെ രാത്രിയും അവസാനിച്ചു. പകലവൻ ഉദയാദ്രിയിൽ പൂകി. അംബുജലോചനായ ശ്രീരാമസ്വാമി പുരോഹിതനോട് അരുളി ചെയ്തു, ഭഗവാനെ, മഹാപ്രയാണത്തിന് ഉചിതമായ വാജപേയ തപത്രവും ദീപ്താഗ്നിഹോത്രവും ഏന്തി അന്തണന്മാർ മുന്നടക്കട്ടെ. അത് തേജസി എന്ന ബ്രഹ്മഋഷി വസിഷ്ഠ ഭഗവാൻ മഹാപ്രസ്ഥാനത്തിന് വിധിച്ചിട്ടുള്ള ധർമ്മകൃത്യങ്ങളെല്ലാം ഒട്ടൊഴിയാതെ ചെയ്തു കഴിഞ്ഞു. പരബ്രഹ്മ മന്ത്രജപത്തോടുകൂടി നേരിയ വെള്ളവസ്ത്രം ധരിച്ചു. തൃക്കൈ വിരലുകളിൽ ദർഭ ഇടചേർത്ത് ആരോടും ഒന്നും ശബ്ദിക്കാതെ ചേഷ്ടകൾ യാതൊന്നുമില്ലാതെ ആദിത്യനെ പോലെ ഉജ്ജ്വലാഭയെഴുന്ന പരന്തവൻ അരമനയിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളി. സുഖാതീതനായ ആ ഗുണസ്വരൂപിയുടെ ഒന്നിച്ച് മന്ത്രദേവതകൾ രൂപമാർന്ന് പരിസേവിച്ചു. അമലോത്ഭവയായ മഹാലക്ഷ്മി വലത്തുഭാഗം, ശ്രീ മഹാദേവി ഇടത്തുവശം, പുരോഭാഗത്ത് സംഹാരശക്തി. കുലച്ച കോദണ്ഡവും വരായുധങ്ങളും അസ്ത്രങ്ങളും മനുഷ്യ ശരീരത്തിൽ അകമ്പടി സേവിച്ചു. ദ്വിജേന്ദ്ര വടിവാർന്ന് വേദങ്ങൾ, സകല ചരാചര സംരക്ഷണ ശക്തിയുള്ള ഗായത്രി ദേവി, വഷട്കാരം, ഓംകാരം എന്നീ ദേവികൾ ശ്രീരാമചന്ദ്ര പരമാത്മാവിനെ അനുഗമിച്ചു. മഹാന്മാരായ ഋഷിവര്യന്മാർ, മഹീദേവന്മാർ എന്നിവർ സ്വർഗവാതിൽ തുറന്നിട്ട് സ്വാഗതം ഓതിയതിനനുസരിച്ച് എഴുന്നള്ളുന്ന ദേവന്റെ ഒപ്പമുണ്ട്. ദേവദേവന്റെ പിന്നാലെ തന്നെ അന്തപുര വധുക്കൾ, ദാസിമാർ, ബാലന്മാർ, വൃദ്ധന്മാർ, ഷണ്ഡന്മാർ എന്നിവരും സപത്നീകരായി അഗ്നിഹോത്രാദികൾ വഹിച്ച ഭരത ശത്രുഘ്നന്മാരും ഏതൊന്നിനും ഗതിയേകുന്ന തന്ത്രിവടിയുടെ തൊട്ടു പിന്നിലായി നടക്കുന്നു. എല്ലാ മാത്യന്മാരും വൃത്യന്മാരും ബന്ധുക്കളും പശുപുത്ര യുധന്മാരായി സന്തോഷാശ്രുക്കൾ ഒഴുക്കി ഒന്നിച്ചുണ്ട്. സൽഗുണസമ്പന്നരായ സകല പ്രജകളും കുടുംബസമേതം കൂടെ കൂടിയിരിക്കുന്നു. ഹൃഷ്ടപുഷ്ടരായ ജനങ്ങളോടുകൂടി മഹാപ്രസ്ഥാനം ചെയ്യുന്ന പരമ്പൊരുൾ ശ്രീരാമദേവനെ പാപരഹിതരായ പക്ഷിമൃഗാദികൾ കൂടി അത്ഭുതപൂർവമായ ആനന്ദത്തോടെ അനുഗമിക്കുകയാണ്. ചാടിയും ഓടിയും കിലുകില ശബ്ദം ഒഴുക്കിയും കവികൾ പുളയ്ക്കുന്നു. ശേഷം ചെല്ലുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.